ഹലോ എല്ലാവർക്കും നല്ല നമസ്കാരം. CB മുള്ളനിക്കേടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്നെ ഒരുപാട് ഇന്ന് അതിശയിപ്പിച്ച ഒരു കവർ കിട്ടി. ഇതിനുള്ളിലുള്ള സാധനമല്ല, ഇതിൻ്റെ പുറത്തുള്ള സാധനമാണ് എന്നെ അതിശയിപ്പിച്ചത്. ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ കോവിഡ് വാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്റ്റാമ്പ് ഞാൻ കണ്ടില്ല. കോവിഡ് വാരിയേഴ്സിൻ്റെ സ്പെഷ്യൽ സ്റ്റാമ്പ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ആദരിക്കാൻ വേണ്ടി ഇറക്കിയ സ്പെഷ്യൽ സ്റ്റാമ്പ് അത് ഞാൻ കണ്ടില്ല. ഇന്ന് എനിക്ക് പാഴ്സൽ വന്നപ്പോഴാണ് ഞാൻ കണ്ട ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ഇറങ്ങിയല്ലോ. ഇനി എൻ്റെ ഒരു 10 ഷീറ്റ് ഞാൻ വാങ്ങിച്ചു വെക്കണം. 10 ഷീറ്റ് വാങ്ങിച്ചു വെച്ചെങ്കിൽ എനിക്ക് ഒരു സമാധാനം ആവത്തുള്ളൂ, അത് തീർന്നു പോകുന്നതിന് മുമ്പ്. ഇത് 41 രൂപയുടെ ഒരു സ്റ്റാമ്പ്. ഇത് ഞാൻ കണ്ടിട്ടില്ല, കാരണം ഫിലാറ്റലിയുമായിട്ട് ഇപ്പോൾ അധികം കണക്റ്റഡ് അല്ല. പിന്നെ സ്റ്റാമ്പുകൾ അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഇന്ന് വന്ന പല സാധനങ്ങളാണ്. കുറച്ച് കവറുകളൊക്കെയാണ്, സ്പെഷ്യൽ കവറുകളൊക്കെയാണ്. അതുകൂടാതെ കുറച്ച് ഡൈജസ്റ്റുകൾ. ഇത് ഞാൻ പണ്ടുതൊട്ടേ കളക്ട് ചെയ്യുന്നുണ്ട്, കിട്ടുന്നത്രയും കളക്ട് ചെയ്ത്. ഇപ്പോൾ ഒരു 20 രൂപ മുതൽ 100 രൂപ വരെയൊക്കെ കൊടുക്കണം ഓരോന്നിനും. അപ്പോൾ ചിലതൊക്കെ കൂടുതൽ വിലയാണ്. ഇത് പ്രിൻസ് വില്യമിൻ്റെ ഒരു സ്പെഷ്യൽ കവറും ഒരു കോയിനുമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് നിക്കരാഗുവയുടെ ഒരു നല്ല നോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നോട്ടാണ്. ഇതിന് പ്രത്യേകത ഈ നോട്ടിൻ്റെ ബാക്ക് സൈഡിലാണ്, കാണിച്ചു തരാം. അതുകൂടാതെ ഇത് കുറച്ച് ബൈമെറ്റൽ കോയിൻസും ഒക്കെയാണ്. അതിനകത്ത് കുറേ യൂറോ കോയിൻസ് ഉണ്ട്. യൂറോ കോയിൻസ് ഒക്കെ അറിയാലോ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റില്ല. ആരെങ്കിലും തിരിച്ച് യൂറോപ്പിൽ പോയെങ്കിൽ മാത്രമേ മാറാൻ പറ്റൂ. അപ്പോൾ നിക്കരാഗുവയുടെ നോട്ട് ഒരു അൺസർക്കുലേറ്റഡ് കണ്ടീഷൻ നോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പീരങ്കിയിൽ നിന്നും ഒരു വെടി പൊട്ടിക്കുന്ന, അതായത് ഒരു കപ്പലിലേക്ക് വെടി പൊട്ടിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ അതിന് പന്തം കൊളുത്തുന്നത് ഒരു ലേഡിയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷനാണ്. അപ്പോൾ അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ നോട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പേഴ്സണൽ കളക്ഷൻ, ഞാൻ ഒരു കൺട്രിയുടെ 3 നോട്ട് വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വെക്കാമെന്ന് വെച്ചു. ഇത് 4 അണാസിൻ്റെ കോയിനാണ് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു മേഖലയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് വരുത്തിയതാണ്. ഒരു 4 അണാസ്. ഇതിൻ്റെ ഒരു 8 അണാസ് ഞാൻ എൻ്റെ പേഴ്സണൽ കളക്ഷന് വേണ്ടി ഇപ്പോൾ എൻ്റെ 2-3 ദിവസത്തിനകത്ത് എൻ്റെ കിട്ടും. ഞാൻ എൻ്റെ വീഡിയോസിടാം. ഇത് തിരുവിതാംകൂറിൻ്റെ ബൊമ്മക്കാശാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തെ ബൊമ്മക്കാശ്. ഇതിന് ഒരു കാശ് എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ പഴയ ഇഷ്യൂ ബൊമ്മക്കാശാണ്. അപ്പം അതതിൻ്റെ പിന്നീടുള്ള ഇഷ്യൂ ആണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അല്ല, അതിനുശേഷമുള്ള രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബൊമ്മക്കാശാണ് ആ കാണുന്നത്. പിന്നെ കുറേ ഉള്ളത് വെള്ളിച്ചക്രങ്ങളാണ്. ചക്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ചക്രങ്ങൾ നമ്മൾ കോപ്പർ ചക്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? തലച്ചക്രമൊക്കെ. ഇതിന് വെള്ളി ചക്രങ്ങൾ എന്ന് പറയും. ഇതൊക്കെ ആയിരിക്കും പണ്ട് കിഴി കൊടുക്കുന്നത്. 1000 വെള്ളി നാണയങ്ങൾ ഇതാ പിടിച്ചോളൂ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സാധനം ഇതായിരിക്കും. ഇത് മലബാർ കോയിനാണ്. അതായത് ബ്രിട്ടീഷിൻ്റെ ഒരു മലബാർ റീജൻ തലശ്ശേരി കോയിനാണ് ആ കണ്ടത്. പിന്നെ ഇത് പുതുക്കോട്ടെ എന്ന് പറഞ്ഞൊരു പ്രിൻസ്ലി സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ തിരുവിതാംകൂർ പോലുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്, അവിടുത്തെ ഒരു കോയിനാണ് ആ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കോയിൻസ് ഇന്ന് വന്ന് അപ്പോൾ ഞാനതെല്ലാം പൊട്ടിച്ച് നോക്കി. യൂറോ കോയിൻസിന് ചെക്ക് ചെയ്യണം. സ്പെയിനിൻ്റെ ഉണ്ട്, ജർമ്മനിയുടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നോക്കണം. ഇതാണ് പ്രിൻസ് വില്യമിൻ്റെ ഒരു സ്പെഷ്യൽ കവറാണ്. ഇത് നോർമലി വരുന്ന കവറല്ല, ഇതൊരു സ്പെഷ്യലായിട്ടൊരു സ്പെഷ്യൽ ഇഷ്യൂ ആണ്. നല്ലൊരു കവറാണ്, വലിയ സൈസിലുള്ളൊരു കവറാണ്. അപ്പം സാധാരണ എല്ലാം ക്യൂനിൻ്റെ കവറുകളാണ്. ഇതിൻ്റെ പുറകിൽ എന്തായാലും ക്യൂൻ ഉണ്ടാവും, അത് വേറെ കാര്യം. ഇത് ഗുർണസി എന്ന രാജ്യത്തിൽ ഇറക്കിയ കവറാണ്. അങ്ങനെയുള്ള 1-2 കവറുകളും ഞാൻ ആഡ് ചെയ്ത്. കഴിഞ്ഞ ദിവസം ഞാൻ കവറിൻ്റെ മാത്രം ഒരു വീഡിയോ ഇട്ടിരുന്നു. കവർ കുറേ കളക്ട് ചെയ്യുന്നതാണ്. ഇത് അസെൻഷൻ ഐലൻഡ് കുറച്ച് റെയറാണ്, കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. കവേഴ്സ് എപ്പോഴും നല്ലതാണ്, കാരണം സ്പെഷ്യലായിട്ട് ഇഷ്യൂ ചെയ്യുന്ന കുറച്ച് കോയിൻസും കുറച്ച് കവറുകൾ മാത്രമാണ് അതിൽ ഇഷ്യൂ ചെയ്യുക. ഇതും നല്ലൊരു കവറാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ 5000 അടിച്ചു കേട്ടോ. 5000 സബ്സ്ക്രൈബറായി. ഒരുപാട് സന്തോഷം. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.